ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല. മോദിക്കുണ്ടാവൂല ഈ തിരക്ക്, നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവുക. ഇവര് എന്തെന്നാണ് ഈ പറയണത്? ഇന്ന് സാംസ്കാരികമായിട്ട് ഒരു കൂട്ടായ്മക്ക് ജനങ്ങൾക്ക് സമയമില്ല. ഞാനും എൻ്റെ ഫോണും എന്തെങ്കിലും ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. വേറെ ഒരാളായിട്ട് ബന്ധമില്ല. ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഞാൻ പറവൂർന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചോ, ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല. അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവൂല ഈ തിരക്ക്, നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവുക. ഇവര് എന്തെന്നാണ് ഈ പറയണത്? ആരോടാ? പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും. ഒരാൾ വിളിക്കാൻ നമുക്ക് വിചാരിക്കാം, ഇത് ഒരാളല്ലേ. ഇത് വരുന്ന, ഞാൻ എല്ലാം ചെക്ക് ചെയ്തു, വരുന്ന സകല പിള്ളേരും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഈ ഫോണില് ഓണടിക്കുമ്പോൾ മാറുമോ, അതുമില്ല. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് കുട്ടികൾക്കറിയില്ല. നമ്മുടെ നാടിൻ്റെ സംസ്കാരം അറിയില്ല. അവർക്ക് ആ സംസ്കാരം വെച്ചാൽ ആ ഒരു സംസ്കാരം അറിയുള്ളൂ, അത് ശവസംസ്കാരമുള്ളൂ. സകലമാന കുട്ടികളും, ഏകദേശം 50% കുട്ടികളും മയക്കുമരുന്നിൻ്റെ അടിമപ്പെട്ട് കഴിഞ്ഞു. അല്ലാത്തവന്മാരൊക്കെ നാട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. അപ്പം നല്ല വിത്തുക്കളൊന്നും ഇവിടെ ഉണ്ടാവൂല കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം അമ്മ കൊച്ചിൻ്റെ മേത്ത് MDMA പാക്കറ്റാക്കി ഒട്ടിച്ച് വിടുകയാണ് വിൽക്കാൻ വേണ്ടി. അതുവരെ എത്തി നമ്മുടെ കേരളം.